ഭക്ഷണം ലഭിക്കാൻ വൈകിയെന്നാരോപിച്ച് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഹോട്ടൽ തല്ലിത്തകർത്ത യുവാക്കൾ. ഹോട്ടലിൽ ആക്രമണം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത യുവാക്കൾ കസ്റ്റഡിയിൽ നിന്നിറങ്ങിയ ശേഷം വീണ്ടും ഹോട്ടൽ തല്ലിത്തകർക്കുകയായിരുന്നു. ഹോട്ടലിന്റെ ഗേറ്റൊക്കെ അടച്ച് അകത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 25ഓളം ആളുകൾ മാരകായുധങ്ങളുമായി വന്ന്, വടികൾ ഉൾപ്പെടെ ഇവിടെ കിടപ്പുണ്ട്, മാരകായുധങ്ങളുമായി വന്ന് ഗേറ്റ് ചവിട്ടി തുറക്കുകയും ഇവിടെ നിർത്തിയിരുന്ന സർവീസിൽ പോകുന്ന വണ്ടികൾ വരെ തല്ലിപ്പൊളിക്കുകയും അകത്ത് കയറി ബാത്റൂമിൻ്റെ ഡോറുകൾ ഉൾപ്പെടെ തല്ലിപ്പൊളിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളായ ആളുകളെ മർദ്ദിക്കുകയും അതിലൊരാൾക്ക് മൂക്കിന് മാരകമായ വടികൊണ്ട് മുറിവേറ്റിട്ടുണ്ട്, ഒരാളുടെ തലയിൽ മുറിവേറ്റിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവർ ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഹോട്ടലിൽ പോലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായത്. അപ്പം ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പറഞ്ഞിട്ട് പോലും സുരക്ഷിതത്വം ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനി ആരോടാണ് ഈ പരാതികൾ രേഖപ്പെടുത്തുന്നത്? അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈലെ, ഭക്ഷണം ഓർഡർ ചെയ്ത് അത് വൈകിയതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചതെന്നാണ് പറയുന്നത്. യുവാക്കൾ ആദ്യം ഹോട്ടലിലെത്തി ആക്രമണം നടത്തി. ആ സമയത്ത് 4 പേരാണ് ഉണ്ടായിരുന്നത്. അത് ഭക്ഷണം ഓർഡർ ചെയ്തതിന് ശേഷം ഭക്ഷണം വൈകുകയായിരുന്നു. എന്നിട്ട് ഈ ഹോട്ടൽ ഉടമ ചന്തേര പോലീസിൽ പരാതി നൽകി. അങ്ങനെ ചന്തേര പോലീസ് വന്ന് ഈ 4 യുവാക്കളെയും കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് രാത്രിയോടുകൂടി ഹോട്ടൽ അടച്ച സമയത്ത് ഇവർ 25ഓളം ആളുകളെയും ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഹോട്ടൽ അടിച്ചു തകർക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഹോട്ടൽ പൂർണ്ണമായി, അതായത് ഹോട്ടലിൻ്റെ പല ഭാഗങ്ങളും അടിച്ചു തകർത്തിട്ടുണ്ട്. ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഡെലിവറി ബൈക്കുകൾ അത് തകർത്തിട്ടുണ്ട്. ഹോട്ടലിലെ ചില്ലു ഗ്ലാസുകൾ തകർത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ വാതിലുകൾ ഉൾപ്പെടെ തകർത്തു എന്നാണ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ യുവാക്കൾ ആരെന്ന കാര്യത്തിൽ ഇതുവരെയും പോലീസിനൊരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്ത യുവാക്കളാണ്, പക്ഷേ അവരുടെ പേര് വിവരങ്ങളോ മറ്റ് സ്ഥലങ്ങളോ ഒന്നും തന്നെ അറിയില്ല എന്നാണ് പറയുന്നത്. ഈ യുവാക്കൾക്കൊപ്പം വന്ന ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഹോട്ടലിലെ CCTV ആണ് പുറത്തു വന്നിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഉന്മേഷ്. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.